ഏറ്റവും വലിയ വരൾച്ചയിലേക്ക് നീങ്ങുന്ന കോട്ടയം ജില്ലയിലെ മലയോര മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. ജലസ്രോതസ്സുകൾ വറ്റി വരണ്ടതോടെ സന്നദ്ധ സംഘടനകളും മറ്റും എത്തിച്ചു നൽകുന്ന ജലമാണ് ആളുകളുടെ ഏക ആശ്രയം. ഒരു മാസത്തിനിടെ 500 ഹെക്ടറോളം കൃഷിസ്ഥലമാണ് കാട്ടുതീയിൽ നശിച്ചത്. അരനൂറ്റാണ്ടിനിടയിലുണ്ടായ ഏറ്റവും വലിയ വരൾച്ചയിലേക്കാണ് ജില്ല നീങ്ങുന്നതെന്നാണ് പഠന റിപ്പോർട്ടുകൾ. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് 44% മഴക്കുറവാണ് ഇക്കുറി അനുഭവപ്പെട്ടത്. പ്രധാന ജലസ്രോതസ്സുകളായിരുന്ന മണിമലയാർ, മീനച്ചിലാർ, മൂവാറ്റുപുഴയാർ എന്നിവ പല സ്ഥലങ്ങളിലും ഇടമുറിഞ്ഞ് വറ്റി വരണ്ടു കഴിഞ്ഞു. ഭൂഗർഭ ജലനിരപ്പ് 4 മീറ്ററിലധികം താഴ്ന്നതോടെ കുടിവെള്ളത്തിനായി നാട് നെട്ടോട്ടത്തിലാണ്. സന്നദ്ധ സംഘടനകളും മറ്റും ലോറികളിൽ എത്തിച്ചു നൽകുന്ന വെള്ളമാണ് മലയോര മേഖലയിലെ ജനങ്ങളുടെ ഏക ആശ്രയം. ഇത്രയും നാളും ഒരു വർഷം ഉണ്ടായിട്ടുണ്ട്, എന്നാൽ ഇത്രയും രൂക്ഷമായിട്ടില്ല. ഈ പ്രാവശ്യമാണ് ആദ്യമായിട്ട്. ഇന്നലെ രാത്രി 11 മണിക്ക് ഇവിടെ വന്നപ്പോഴും ഈ ഓലിയിൽ നിന്നും മറ്റുള്ള ആവശ്യങ്ങൾക്ക് വെള്ളം ലഭിക്കുമായിരുന്നു. രാത്രി 11 മണിക്ക് പോലും അത് വറ്റി വരണ്ട് കിടക്കുകയായിരുന്നു. ആളുകൾ ഏതാണ്ട് 24 മണിക്കൂറും കഷ്ടപ്പെട്ടാണ് ഒരു നേരത്തേനുള്ള കുടിവെള്ളം സമാഹരിക്കുന്നതെന്നുള്ള ഒരു ദുഃഖകരമായ അവസ്ഥയുണ്ട്. അധികാരികളുടെ ഭാഗത്തുനിന്ന് കടുത്ത അവഗണനയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ജലക്ഷാമം രൂക്ഷമാകുമ്പോഴും ഉള്ള ജലസ്രോതസ്സുകൾ മലിനമാക്കാനും ശ്രമം നടക്കുന്നുണ്ട്. അറവുമാലിന്യങ്ങൾ ഉൾപ്പെടെ പുഴകളിൽ നിക്ഷേപിക്കുന്നവർക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. മണിക്കൂറുകൾ കാത്തുനിന്നും കിലോമീറ്ററുകൾ സഞ്ചരിച്ചും കിട്ടുന്ന ജലലഭ്യത എത്രനാൾ തുടരുമെന്ന ആശങ്കയും ജനങ്ങൾക്കിടയിലുണ്ട്. റിപ്പോർട്ടർ, കോട്ടയം.